എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ്. ക്രിസ്മസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഫ്രൂട്ട് ലെമൺ ടാർട്ടാണ്. ടാർട്ട് എന്ന് പറയുമ്പം ഒരു ചെറിയൊരു ബേസ് കാണാം, അതിൻ്റെ ഉള്ളിൽ ക്രീമോ അല്ലാതെങ്കിൽ ഫ്രൂട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങും കാണും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബേസിന് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കോ അല്ലാതെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലേക്കോ നമ്മൾ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ജാറിലേക്ക് വേണം നമ്മൾ മൈദ ഇട്ട് കൊടുക്കാനായിട്ട്. മൈദ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഫുഡ് പ്രോസസ്സർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ പുട്ടുപൊടിയൊക്കെ നനയ്ക്കുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പൾസ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ബട്ടറാണ്. ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത തണുത്ത ബട്ടർ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു 77 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എത്ര ടേബിൾ സ്പൂൺ ആണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൾസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്, അല്ലാതെ ബീറ്റ് ചെയ്യല്ല വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പൾസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ബട്ടറും മൈദയും കൂടെ നല്ല പുട്ടുപൊടി പോലെ നല്ല പൊടിയായിട്ട് കിട്ടും. നമ്മൾ കൈവച്ചിട്ട് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിക്സിയോ ഫുഡ് പ്രോസസ്സറോ എടുത്തിട്ട് വേണം ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട്. 3-4 തവണ നമ്മൾ പൾസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊരു പുട്ടുപൊടിയുടെ പരുവത്തിൽ വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 2-3 പ്രാവശ്യം ഇതുപോലെ പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു പുട്ടുപൊടി പോലെ ഒന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഉള്ളത്. 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാര തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ്, അതായത് ലെമണിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 മുട്ടയുടെ മഞ്ഞയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്നുകൂടി ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം. മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ അടച്ചു വെച്ചത് പൾസാണ് ചെയ്യേണ്ടത്, അരയ്ക്കുമല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിക്കാതെ വേണം ഇത് കുഴയ്ക്കാനായിട്ട്. കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് തൊട്ടിട്ട് ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. വാനില ഫ്ലേവറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം 1 ടീസ്പൂൺ വെള്ളം ചേർത്താൽ മതി. നിങ്ങൾക്ക് കാണാം നമ്മൾ ആകെ ഇവിടെ ചേർത്തിരിക്കുന്ന 1 ടീസ്പൂൺ നാരങ്ങ നീരും അതുപോലെ തന്നെ ഒരു മുട്ടയുമാണ്. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മളിതുപോലെ പ്ലാസ്റ്റിക് റാപ്പിലെടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടാണ് നമ്മളിത് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിത് എടുത്തതിന് ശേഷം പരത്താനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഉണ്ടയാക്കി തന്നെ നമ്മൾ പൊതിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പരത്തുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളൊരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ബട്ടറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. ഇനി കുറച്ച് പൊടി ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് പരത്തി എടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. ഒരുപാട് കനം കുറച്ചല്ല, കുറച്ചൊരു ചപ്പാത്തിക്കാട്ടിലും കുറച്ചുകൂടി തിക്നെസ്സിൽ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ടാർട്ടിൻ്റെ കുഞ്ഞു പാത്രത്തിലാണ് ടാർട്ട് ഉണ്ടാക്കുന്നത്. വലിയ പാത്രത്തിൽ ചെയ്തെടുക്കാം. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ടിന്നിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിവിടെ ചെറിയ ടാർട്ടിൻ്റെ മോൾഡിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പീസും എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് ബേക്കായി കഴിയുമ്പോഴത്തേക്ക് ഒരു പാത്രം പോലെ ഇതിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള പാത്രം അതിൽ നിങ്ങൾക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ടാർട്ടിൻ്റെ മോൾഡ് എന്ന് പറഞ്ഞിട്ട് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് അങ്ങനെ ഇതേ ഷേപ്പിൽ വേണമെന്നുള്ളവർ അങ്ങനെ വാങ്ങിച്ചാലും മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബേക്കായി ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് ഷേപ്പിൽ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. വാനില, ചോക്ലേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെക്കാം. നമ്മളിവിടെ ലെമൺ ഫ്ലേവറിലുള്ളൊരു ഫില്ലിംഗാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടൊരു ലെമൺ കേർഡ് തയ്യാറാക്കിയെടുക്കണം. വളരെ എളുപ്പമാണ്. നമ്മുടെ മുട്ട അതുപോലെ തന്നെ പഞ്ചസാര, ലെമൺ വെച്ചിട്ടൊരു ഫില്ലിംഗാണ്. അതുപോലെ തന്നെ കുറച്ച് ക്രീമും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 മുട്ടയുടെ മഞ്ഞയും
ഒരു മുട്ടയുടെ വെള്ളയും ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയും എടുക്കാവുന്നതാണ്. വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് നാരങ്ങ തൊലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളമാണ് ചേർക്കുന്നത്. ഇതുപോലുള്ള ലെമണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ലെമണിൻ്റെ പുളി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. 1/2 കപ്പോളം ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര കൂടുതൽ ചേർത്തിരിക്കുന്ന കാരണം ഒരുപാടങ്ങ് പുളി വരില്ല. നിങ്ങൾക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക. ലെമൺ കേർഡ് എന്ന് പറഞ്ഞാൽ ലെമൺ ഫ്ലേവറിലുള്ളൊരു ജാമാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബീറ്റ് ചെയ്തിരിക്കുന്ന മിക്സ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ചെറുതീയിലിട്ട് നമ്മളിത് കുറുകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലെമൺ കേർഡ് നന്നായിട്ടൊന്ന് കുറുകി വരും. നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇത് നമ്മൾ കസ്റ്റർഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്ന് ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൽ നമ്മൾ ലെമൺ സെസ്റ്റ് ഒക്കെ ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇടയ്ക്ക് കടിക്കുന്നത് അത്ര സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളമയമില്ലാത്ത കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്കിതിലേക്കൊരു ക്രീം വേണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് ബീറ്റ് ആക്കിയിട്ട് ഒരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലെമൺ കേർഡിൽ നിന്നും ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രോസ്റ്റിങ്ങിന് നല്ലൊരു ലെമൺ ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മുടെ ലെമൺ ബട്ടർ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലെമൺ ബട്ടർ ക്രീം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ലെമൺ ഒഴിവാക്കിയതിന് ശേഷം വാനില എസൻസ് വെച്ചിട്ട് വാനില ക്രീമും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ലെമൺ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മൾ കുക്കിയിലും ടാർട്ടിലും ഒക്കെ ചെയ്യുമ്പോൾ. ബാക്കിയുള്ള ലെമൺ കേർഡ് നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടാർട്ടിൻ്റെ ക്രസ്റ്റിലേക്ക് ആ ഒരു ലെമൺ ബട്ടർ ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പൈപ്പിംഗ് ഡിസൈൻ കൊടുക്കാം. അതിന് മുകളിലായിട്ട് ലെമൺ കേർഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ബെറീസോ അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലെമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വാനില അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രോബെറി ഇഷ്ടമുള്ള ഫ്ലേവറിൽ ക്രീമും അതുപോലെ തന്നെ സോസും തയ്യാറാക്കിയിട്ട് പലതരം ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നല്ല ഒരു ബട്ടർ കുക്കിയുടെ ടേസ്റ്റുള്ളൊരു ക്രസ്റ്റും അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങും വന്നിട്ടുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ടാർട്ടിൻ്റെ റെസിപ്പിയാണ് നിങ്ങളിന്ന് കണ്ടത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്